നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണോ? അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ? നിങ്ങൾ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ക്യാൻവയും ക്ലോഡും കൂടി ചേർത്ത് നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പം ഇൻട്രൊഡക്ഷൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾക്ക് ക്യാൻവയിൽ ഒരു അക്കൗണ്ട് വേണം. അപ്പോൾ ഞാൻ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്യാൻവ എന്ന് കൊടുക്കും. എന്നിട്ട് ലോഗിൻ ടു യുവർ ക്യാൻവ അക്കൗണ്ട്. ഈ ഒരു ഇമെയിൽ ഐ ഡിയിൽ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടോ എന്ന് അറിയില്ല. ലെറ്റ്സ് ട്രൈ. സോ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ വൈബൻടെക്. ഓക്കെ, സൈൻ ഇൻ ആവുന്നുണ്ട്. കണ്ടിന്യൂ. സ്കിപ്പ് ഫോർ നൗ. ഓക്കെ, അപ്പോൾ എനിക്ക് ക്യാൻവ അക്കൗണ്ട് ആയി. ഇനി നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ക്ലോഡിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോഡിൻ്റെ ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ക്ലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒ എസ് ഏതാണോ ആ ഒ എസിന് വേണ്ടിയുള്ള ആപ്പ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് യൂസ് ചെയ്യാം. ഞാൻ അതാണ് ഇപ്പം യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ ക്ലോഡ് ഞാൻ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ക്ലോഡിലേക്ക് സൈൻ ഇൻ ചെയ്യണം. അപ്പം സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുകയാണ്. വൈബൻടെക്. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, ഓപ്പൺ ക്ലോഡ്. അപ്പം സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്ലോഡും ക്യാൻവയും സൈൻ ഇൻ ആയി കിട്ടി. ഓക്കെ, ഒതൻറ്റിക്കേറ്റഡ് ആയി. ഇനിയാണ് നമ്മളുടെ ആക്ച്വൽ ടാസ്ക് വരുന്നത്. ആക്ച്വൽ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ പറയുകയാണ്, ക്ലോഡിനോട് ഇങ്ങനെ പറയുകയാണ്, ഞാനൊരു ബാർബർ ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അത് ക്യാൻവയിൽ എനിക്ക് ഡിസൈൻ ചെയ്ത് തരണം. ഈ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ചാറ്റ് ഉണ്ട്. ചാറ്റിൽ ഇവിടെ കസ്റ്റമൈസ് പോവുക. കസ്റ്റമൈസ് പോയി കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റേഴ്സ് എന്ന ഓപ്ഷൻ കിട്ടും. കണക്റ്റേഴ്സിൽ പോവുക. കണക്റ്റേഴ്സിൽ പോയിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ കൊടുക്കുക. ബൈ ഡിഫോൾട്ടായിട്ട് ഇവിടെ ഗിറ്റബ് ഇൻ്റഗ്രേഷൻ ഉണ്ടാവും. അത് വേണം ഗിറ്റബായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ ഗിറ്റബായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഇപ്പോൾ കേസിൽ ക്യാൻവയാണ്. അപ്പോൾ ഇവിടെ പ്ലസ് കൊടുക്കുക. ബ്രൗസ് കണക്റ്റേഴ്സ് കൊടുക്കുക. അപ്പോൾ ബ്രൗസ് കണക്റ്റേഴ്സിൻ്റെ ഈ വിൻഡോയിൽ ക്ലോഡിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കണക്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് ആപ്പിലാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത് ആ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇവിടെ പോപ്പുലറായിട്ട് ക്യാൻവയുടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വായിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ കണക്ട് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിലേക്ക് ഒതൻറ്റിക്കേഷൻ പോകും. ഇവിടെ ഹലോ കൊടുക്കുക. അപ്പം ഇതൊക്കെ റീഡ് ചെയ്യുക. ക്ലോഡിന് എന്തൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ വായിച്ച് നോക്കുക. എന്നിട്ട് ഹലോ കൊടുക്കുക. ഹലോ കൊടുത്തു കഴിഞ്ഞാൽ ഓതറൈസേഷൻ സക്സസ്ഫുൾ. എന്നിട്ട് നമ്മളുടെ ആപ്പ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യും. ഓക്കെ, ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണക്റ്റഡ് ടു ക്യാൻവ. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സെയിം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. അതായത് പെർമിഷൻസ്, ക്ലോഡിന് എന്തൊക്കെ പെർമിഷനാണ് നിങ്ങളുടെ ക്യാൻവ അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ലിസ്റ്റാണ് ഇവിടെ. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. 3 പെർമിഷൻസ് ആണുള്ളത്. ഒന്ന് ഇവിടെ ഓൾവേസ് അലോ, ഈ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ ഓൾവേസ് അലോ. രണ്ടാമത്തെ ഐക്കൺ എന്ന് പറഞ്ഞാൽ അത് ക്ലോഡിന് ഈ ഒരു പർട്ടിക്കുലർ ആക്സസ് വേണമെങ്കിൽ നമ്മളെടുത്ത് നിന്ന് അപ്രൂവൽ ചോദിക്കും. അപ്രൂവൽ നമ്മൾ കൊടുത്താൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ കമാൻഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ റിസോഴ്സ് ക്ലോഡിന് ക്യാൻവയിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നീഡ്സ് അപ്രൂവൽ. പിന്നെ ലാസ്റ്റ് വൺ ബ്ലോക്ക്ഡ്. ആ പെർമിഷൻ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് സെറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. എന്നിട്ട് നമ്മൾ എന്തിലേക്ക് പോകും? നമ്മളുടെ ചാറ്റ് വിൻഡോയിലേക്ക് പോകും. ഇവിടെ ഞാൻ ചാറ്റ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു ബാർബർ ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. പ്രോംപ്റ്റ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഐ എം ഗോയിങ് ടു ഓപ്പൺ എ മെൻ സലൂൺ
അല്ലെങ്കിൽ സലൂൺ എന്ന് കൊടുക്കാം. യൂണിസെക്സ് സലൂൺ ഇൻ ബാംഗ്ലൂർ ഓൺ, നാളത്തെ ഡേറ്റ് കൊടുക്കാം. ഇത് റെക്കോർഡ് ചെയ്യുന്നത് 13-ാം തീയതിയാണ്. 14-ാം തീയതി കൊടുക്കാം, ജൂൺ 14, 2026. ഓക്കെ. ഐ നീഡ് എ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ഷെയർ ഇൻ Instagram. ഓക്കെ. മേക്ക് വൺ ഇൻ ക്യാൻവ. ഈ ഒരു ഓപ്ഷൻ ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു. പിന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണക്റ്റേഴ്സ് ഉണ്ടാവും. കണക്റ്റേഴ്സിൽ ഈ ക്യാൻവേൻ്റെ ഇവിടെ ഇത് ടോഗിൾ ഓൺ അല്ലേ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. നോക്കാം, ക്ലോഡ് കുറച്ച് ടൈം എടുക്കും. ഇവിടെ കണ്ടല്ലോ, ക്യാൻവയിലേക്ക് കണക്ട് ആയതുകൊണ്ട് ക്യാൻവേൻ്റെ കാര്യങ്ങളൊക്കെ, ക്യാൻവയിൽ ഫസ്റ്റ് ടെംപ്ലേറ്റ് സെർച്ച് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാം സെർച്ചിങ് ടെംപ്ലേറ്റ്സ്. പിന്നെ സ്റ്റോറീസ് പ്ലാൻ ചെയ്യും. ജനറേറ്റിംഗ് ഡിസൈൻസ്, ദാറ്റ്സ് മേക്കപ്പ് ടു 1 minute. കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന്. അപ്പം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പം ക്യാൻവയിൽ നിങ്ങൾ ഓൾറെഡി ഡിസൈനറൊക്കെയാണ്, ഗ്രാഫിക് ഡിസൈനറൊക്കെയാണ്, ക്യാൻവ എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബ്രാൻഡിൻ്റെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇത് ബിൽഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവ അത് ആക്സസ് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രാൻഡ് കിറ്റിൽ നിങ്ങൾ കൊടുത്ത ലോഗോസ് അല്ലെങ്കിൽ ഫോണ്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ. സോ ഇവിടെ 4 ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഓരോന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഇത് കണ്ടോ, എന്ത് ഭംഗിയായിട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത് കൊള്ളാം. ഇതിലേറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ലാസ്റ്റ് വൺ കൊള്ളാം. ഇത് നല്ല ഒരു പ്രീമിയം ലുക്കില്ല ഇതിന്. യൂണിസെക്സ് സലൂൺ. പിന്നെ കുറച്ച് മിനിമലായിട്ട് വന്നത് ഇതെങ്ങനെയുണ്ട്, ഇത് കൊള്ളൂല, ഇതൊരു രസമല്ല. രണ്ടാമത്തെ നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്കിൽ ഗോൾഡൻ കളർ വരുമ്പോൾ പ്രീമിയം ലുക്ക് തരും. ഓക്കെ. അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റിന് വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്യാൻവയിൽ തന്നെ ഓപ്പൺ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ഇൻ ക്യാൻവ. ഓപ്പൺ ഇൻ ക്യാൻവ കൊടുക്കുമ്പം ഇവിടെ ഒരു ലിങ്ക് തരും. നിങ്ങളുടെ ക്യാൻവ ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ക്രോം പ്രൊഫൈലിലാണെങ്കിൽ നിങ്ങൾക്ക് URL കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം സെയിം ക്രോമിൽ തന്നെയാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓപ്പൺ ലിങ്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻവയിൽ ആ ഡിസൈൻ ടെംപ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചസ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ സാധാരണ ഒരു ഗ്രാഫിക് ഡിസൈനേഴ്സ് ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ അവർ ഒരുപാട് ടൈം അതിൽ കൺസ്യൂം ചെയ്യും. ഇത് നിങ്ങൾക്ക് മൈൻഡിലൊരു, ഇപ്പം ഡിസൈനേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ ഉള്ളിലൊരു ഇതുണ്ടാവും, എനിക്കിങ്ങനെ വേണം ഡിസൈൻ. അവർക്കൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിലുണ്ടാവില്ലേ. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം വിത്തിൻ എ മിനിറ്റ് കിട്ടും. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഇവിടെ കണക്റ്റേഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെയും കുറേ കണക്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ എടുത്ത് യൂസ് ചെയ്യാം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പല പേർപ്പസിനും വേണ്ടി യൂസ് ചെയ്യും. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്കമിങ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ജിമെയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റീഡ് ചെയ്യുന്ന മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ക്യാൻവ കണക്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ഡിസൈനേഴ്സൊക്കെ ആണെങ്കിൽ, ക്യാൻവ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ടൈം ലാഭം, ഹൈ പ്രൊഡക്ടിവിറ്റി, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അങ്ങനെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു പെർട്ടിക്കുലർ ഓട്ടോമേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെയും ഗുണങ്ങളുണ്ട്. ഗുണം എന്ന് വെച്ചാൽ ക്യാൻവയിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് സെല് ചെയ്യാൻ പറ്റും. അങ്ങനെ ടെംപ്ലേറ്റ്സ് സെല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളത് റിസർച്ച് ചെയ്തിട്ട് ഏതൊക്കെ ടെംപ്ലേറ്റ് ആണ് കൂടുതൽ സെയിലാവുന്നതെന്നൊക്കെ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനൊരു ക്ലോഡ് യൂസ് ചെയ്തിട്ട് ക്യാൻവ കണക്ട് ചെയ്യുക, നിങ്ങളുടെ ഡിസൈൻസ് ഉണ്ടാക്കുക, അതിൽ സെല് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു പാസീവ് ഇൻകം കൂടി അതിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ.
റിലേറ്റഡും കോഡിംഗ് റിലേറ്റഡും കാര്യങ്ങൾ മലയാളത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ.